രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കാണാൻ അടൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ മാവേലിക്കര സബ് ജയിലിലെത്തി. ആരെയും കാണാൻ താൽപര്യമില്ലെന്ന് രാഹുൽ അറിയിച്ചു. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, കോൺഗ്രസ് പ്രവർത്തകർ എത്തിയെങ്കിലും കാണാൻ താൽപര്യമില്ല എന്നറിയിക്കുകയായിരുന്നു. കടുത്ത മാനസിക വിഷമത്തിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? ദിവ്യ, അല്പസമയം മുമ്പാണ് അടൂരിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനായ ശിവദാസൻ എത്തിയത്. അദ്ദേഹം ഈ ജയിലിലെ സന്ദർശക സമയം എന്ന് പറയുന്നത് 11 മണി മുതൽ 1 മണി വരെയും പിന്നീട് 3 മണി മുതൽ 5 മണി വരെയുമാണ് സന്ദർശകർക്കുള്ള സമയം. ആ സമയം കണക്കിലാക്കിക്കൊണ്ടാണ് 11 മണിയോട് അടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിയത്. ഏറെ നേരം പുറത്ത് പോയി കാത്തിരിക്കുകയും ചെയ്തു. അദ്ദേഹം അതിന്റെ കാണാനുള്ള അപേക്ഷയും നൽകി. എന്നാൽ രാഹുൽ കാണാൻ വിസമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് തനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് രാഹുൽ പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് തിരിച്ച് മടങ്ങുകയും ചെയ്തു. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന് വേണ്ട വസ്ത്രങ്ങളും മറ്റുമായി അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ അകത്ത് കയറിയിട്ടുണ്ട്. അവരകത്ത് കയറി സൂപ്രണ്ടുമായി സംസാരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആരെയും കാണാൻ താല്പര്യമില്ല എന്നാണ് രാഹുൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടും അടൂരിലെ അദ്ദേഹത്തിന്റെ പാലക്കാട് മത്സരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തമായ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നവരാണ് ഇവരൊക്കെ തന്നെയും. ഇപ്പോൾ ഈ വന്ന ശിവദാസൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹമാണ് ഇപ്പോൾ അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയൽവാസി കൂടിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ എത്തിയപ്പോൾ കാണാൻ താല്പര്യമില്ല എന്നറിയിച്ചത് കൊണ്ട് അദ്ദേഹം തിരിച്ച് മടങ്ങി പോവുകയാണ് ചെയ്തത്. അല്ല ഫൈസൽ, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ കസ്റ്റഡി അപേക്ഷയും അതുപോലെ തന്നെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. അപ്പോൾ രാഹുലിനെ പുറത്തിറക്കുമോ അവിടെ നിന്ന്? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും സൂപ്രണ്ടിന് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സൂപ്രണ്ടിനെ കണ്ടിരുന്നു. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത് ഈ പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. ഏതായാലും ചിലപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജാമ്യം ലഭിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തിറക്കാനുള്ള സാധ്യത ഉണ്ട്. ദിവ്യ, ശരി. ഫൈസൽ അസീസ് ആണ് വിവരങ്ങൾ നൽകിയത്.